നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ നവംബറിൽ അർജൻറ്റീന കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് ഒഫീഷ്യലായിട്ട് AFAയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അത് നവംബറിൽ ഒരു കളിയെ കളിക്കുന്നുള്ളൂ. അത് അങ്കോളയിൽ പോയിട്ട് അങ്കോളയ്ക്കെതിരെ നവംബർ 14-നാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വരുമെന്നാണ് നമ്മുടെ സ്പോൺസർ അടക്കം പറഞ്ഞു കൂട്ടിരുന്നത്. ഇവിടെ അർജൻറ്റീന കേരളത്തിലേക്ക് വരുന്നതിൻ്റെ സ്കോഡ് പോലും സ്പോൺസർ പ്രഖ്യാപിച്ചിരുന്നു. അത് നമ്മുടെ കായിക മന്ത്രി പങ്കുവെക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നുമില്ല ഏതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇനിയുള്ള ചോദ്യം, അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ നവംബർ പോട്ടെ, അത് പോയി, മാർച്ചിൽ കേരളത്തിലേക്ക് അർജൻറ്റീന വരുമോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ ഒരു വിശദീകരണം വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്പോൺസർ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകണമല്ലോ. അദ്ദേഹം അത് നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ മാർച്ചിൽ വരും എന്നുള്ള പ്രഖ്യാപനം വരാൻ നല്ല സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണം നമ്മൾ റിപ്പോർട്ടർ TV തന്നെ കണ്ടിരുന്നു. അതിലിങ്ങനെ ഒരു സാധ്യത പറയുന്നത്, ഇനിയിപ്പോൾ ഇത് ഫിഫ അനുവദിച്ച മത്സരമാണ്, ഇത് നടക്കാതിരിക്കാൻ പറ്റില്ല, അതിപ്പോൾ നവംബറിൽ നടന്നില്ലെങ്കിൽ ഇത് മാർച്ചിലേക്ക് വരും എന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. അപ്പോൾ ആ തരത്തിൽ ഒരു വിശദീകരണം വരാൻ സാധ്യതയുണ്ട്. മാർച്ചിൽ അർജൻറ്റീന കേരളത്തിലേക്ക് വരുമെന്നുള്ളൊരു വിശദീകരണം വരും എന്നാണ് നമ്മൾ കരുതുന്നത്. ബാക്കി പിന്നാലെ വരേണ്ടതാണ്. അപ്പോൾ ഏതായാലും മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് അറിയേണ്ട കാര്യം, അടുത്ത വേൾഡ് കപ്പിന് മുമ്പ് കേരളത്തിൽ അർജൻറ്റീന വരുമോ എന്നുള്ളതാണ്. മാർച്ചിൽ വരാൻ സാധ്യതയുണ്ടോ? മാർച്ചിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 മത്സരങ്ങൾ കളിക്കാം. ഈ നവംബറിൽ 2 മത്സരം കളിക്കാം. പക്ഷേ അർജൻറ്റീനയ്ക്ക് ഒറ്റ കളി കൊണ്ട് നിർത്തേണ്ടി വന്നു. അത് ആരുടെ കെടുകാര്യസ്ഥത എന്നുള്ള ചോദ്യം അർജൻറ്റീൻ ഫുട്ബോൾ പ്രേമികൾ തന്നെ നോക്കേണ്ടതാണ്. അർജൻറ്റീൻ മാധ്യമങ്ങൾ തന്നെ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അത് നമുക്ക് പിന്നാലെ വേറെ നോക്കാം. ഇപ്പോൾ നമുക്കറിയേണ്ടത് മാർച്ചിലെങ്കിലും വരുമോ എന്നുള്ളതാണ്. മാർച്ചിൽ 2 മത്സരങ്ങളുണ്ട്. അത് ഏതൊക്കെ ടീമുകളോട് എന്നുള്ളത് കണ്ടറിയണം. ഫൈനലിസിമ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ ഒഫീഷ്യൽ ആയിട്ടൊരു പ്രഖ്യാപനമൊന്നും ഫൈനലിസിമയുടെ കാര്യത്തിൽ വന്നിട്ടില്ല. ഫൈനലിസിമ ഉണ്ടാകും. അത് സ്പെയിനെതിരെ ആയിരിക്കുമല്ലോ. അതായത് കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജൻറ്റീനയും യൂറോ കപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള സ്പെയിനും തമ്മിൽ ആ കളി മാർച്ചിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതെന്ന് എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ ഒഫീഷ്യൽ വന്നിട്ടില്ലെങ്കിലും യൂറോപ്യൻ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ TYC സ്പോർട്സൊക്കെ അതെടുത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ ദി ഫൈനലിസിമ അവേറ്റ്സ് എ കോമ്പറ്റീഷൻ ഇൻ വിച്ച് ദേ വിൽ ഫേസ് സ്പെയിൻ. ഓൾദോ ദർ ഈസ് നോ ഒഫീഷ്യൽ ഡേറ്റ്, ദി യൂറോപ്യൻ പ്രസ് റിപ്പോർട്ട് സജസ്റ്റ് ഇറ്റ് വിൽ ബി സാറ്റർഡേ March 28, 2026 അറ്റ് ദി ലുസൈൽ സ്റ്റേഡിയം ഇൻ ഖത്തർ. ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിലായിരിക്കും 2026 മാർച്ച് 28 ഫൈനലിസിമ എന്നാണ് ഈ റിപ്പോർട്ട്. അത് ഒഫീഷ്യലല്ല, പക്ഷെ അങ്ങനെ യൂറോപ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഏഷ്യയിലേക്ക് അർജൻറ്റീന ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ മാർച്ച് 28 ഫൈനലിസിമയ്ക്ക് മുമ്പ് കേരളത്തിൽ വന്ന് കളിക്കാവുന്നതാണ്. അതാണ് സാധ്യത. ഫൈനലിസിമ ഖത്തറിൽ നടന്നാൽ മാർച്ചിൽ അർജൻറ്റീന കേരളത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ട്രാവലിംഗ് ഡിസ്റ്റൻസൊക്കെ അത്ര അധികം ഇല്ലാത്തത് കൊണ്ട് വരാനുള്ള സാധ്യത. അതല്ല ഇനി ഫൈനലിസിമ യൂറോപ്പിലോ അതല്ല അമേരിക്കയിലോ വെച്ച് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ട്രാവലിംഗ് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആ കാരണത്താൽ കേരളത്തിലേക്ക് മാർച്ചിൽ വരാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ ഒരേ ഒരു സാധ്യത നമ്മൾ കാണുന്നത്, മാർച്ചിൽ കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നത് ഫൈനലിസിമ ഖത്തറിൽ നടക്കുക എന്നുള്ളതാണ്. ഖത്തറിൽ കാണാം എന്ത് സംഭവിക്കുമെന്ന്. അതല്ലെങ്കിൽ പിന്നെ ഫൈനലിസിമ ഉണ്ടാവരുത്. അർജൻറ്റീന ആ സമയത്ത് അവരുടെ മത്സരങ്ങൾ ഏഷ്യയിൽ തന്നെ 2 കളികളും ഷെഡ്യൂൾ ചെയ്യണം. അത് നടക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും ബ്രസീലൊക്കെ മാർച്ചിലെ മത്സരങ്ങൾ യൂറോപ്യൻ ടീമുകളുമായിട്ട് അമേരിക്കയിൽ കളിക്കാൻ തീരുമാനമായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് ഫ്രാൻസ് അടക്കമുള്ള വമ്പൻ ടീമുകളോടാണ്. നമുക്ക് വേറെ റിപ്പോർട്ട് ചെയ്യാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് ചെയ്തു.